നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ചെൽസിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ബേൺലിയാണ് ചെൽസിയെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ 40ാമത്തെ മിനിറ്റിൽ ബേൺലി താരം റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു. പിന്നീട് അവർ 10 താരങ്ങളുമായിട്ടാണ് കളിച്ചത്. എന്നിട്ട് അതുപോലും മുതലെടുക്കാൻ ചെൽസിക്ക് സാധിക്കാതെ പോവുകയായിരുന്നു. മത്സരത്തിൽ ചെൽസി നേടിയ 2 ഗോളുകളും പിറന്നത് കോൾ പാൽമറുടെ കാലുകളിൽ നിന്നാണ്. 44ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെയും 78ാം മിനിറ്റിൽ സ്റ്റെർലിംഗിന്റെ അസിസ്റ്റിൽ നിന്നുമാണ് പാൽമർ ഗോളുകൾ നേടിയിട്ടുള്ളത്. എന്നാൽ ടീമിനെ വിജയിപ്പിക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓരോ ആഴ്ചയും ചെൽസി സ്വന്തം കുഴി തോണ്ടുന്നു എന്നാണ് ഇതേക്കുറിച്ച് പാൽമർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വളരെ ദയനീയമായിരുന്നു ഇന്ന് ഞങ്ങൾ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാണ് സംഭവിച്ചത്. അവർ കേവലം 10 പേരായി ചുരുങ്ങിയിരുന്നു. ഒരു ഗോളിന്റെ ലീഡിൽ ഞങ്ങൾ ആശ്വസിച്ചു നിന്നു. അത് വിനയായി. എല്ലാ ആഴ്ചയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ സ്വയം കൊല്ലുകയാണ്, അല്ലെങ്കിൽ സ്വയം കുഴി തോണ്ടുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. 2 ഗോളുകൾ എനിക്ക് നേടാനായി എന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പോയിന്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. സ്ഥിരത പുലർത്താൻ വേണ്ടി ഞങ്ങൾ ഗൗരവമായി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ചെൽസി സൂപ്പർ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 11ാം സ്ഥാനത്താണ് ചെൽസി ഉള്ളത്. 28 മത്സരങ്ങളിൽ നിന്ന് 40 പോയിന്റാണ് അവർ നേടിയിട്ടുള്ളത്. സ്ഥിരതയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ ചെൽസിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇടയ്ക്കിടെ അവർക്ക് സമനിലകളും തോൽവികളും ഒക്കെ വഴങ്ങേണ്ടി വരുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.